ഹലോ ഗൈസ്, അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. അതായത് നമുക്ക് ട്രിവാൻഡ്രം ടു കാശ്മീർ ഡേ 2. നമ്മൾ ട്രിവാൻഡ്രം ടു ചെന്നൈ ആണ് വന്നത്. പിന്നെ ചെന്നൈ ടു കാശ്മീറാണ് ഡയറക്റ്റ് പോകുന്നത്. കാശ്മീർ അല്ല, ജമ്മുവിൽ കട്ര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി ഈ ട്രെയിനിൽ 44 hours ഇരിക്കണം. സൗണ്ടൊക്കെ പോയി ഒരു 10:50 ഞാനിപ്പം ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചതേ ഉള്ളൂ. എനിക്കൊരു ബ്രൗണി കഴിക്കാൻ തോന്നി, അപ്പം ഞാൻ കഴിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെനിക്കൊരു മിനി സോളോ ട്രിപ്പ് പോലെ ആയിരുന്നു. കാരണം എൻ്റെ പാരൻസ് എല്ലാവരും അപ്പുറത്തെ ബോഗിയിലായിരുന്നു, ഞാൻ മാത്രമായിരുന്നു ഇവിടെ. കാരണം ഫസ്റ്റ് എനിക്ക് പോകാൻ ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് എടുക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ തീരുമാനം മാറ്റി, എന്നാൽ ശരി പോവാം എന്നൊക്കെ വിചാരിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് സീറ്റ് കിട്ടാത്തത് എല്ലാവരുടെയും കൂടെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് കൊണ്ട് എനിക്ക് മനസ്സിലായി സോളോ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നതെന്ന്. കാരണം ഞാൻ മാത്രമേ ആ ബോഗിയിൽ മലയാളിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഹിന്ദി ആയിരുന്നു സംസാരിക്കുന്നത്. അതായത് തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് അവിടെയൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു ചുറ്റിനും ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ആകെ മലയാളവും കുറച്ച് ഇംഗ്ലീഷും മാത്രമേ അറിയൂ. കുറച്ച് ഹിന്ദി തട്ടിയും മുട്ടിയൊക്കെ അറിയാം, പക്ഷേ ഫ്ലുവൻ്റായിട്ട് എനിക്ക് ആകെ മലയാളം മാത്രമേ അറിയൂ. ഇംഗ്ലീഷും ഫ്ലുവൻ്റായിട്ട് അറിയാം, എന്നാലും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റൂലല്ലോ. എനിക്ക് പനി പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വയ്യ, തളർന്ന് ക്ഷീണിച്ച് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിലാണ് ഒരു ഹിന്ദിക്കാരൻ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരുന്നത്. എനിക്ക് ശരിക്കും ഒന്നും സംസാരിക്കാൻ പോലും വയ്യ. എൻ്റെ ബോഗിയിൽ മെയിൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനായിരുന്നു ആകെ ഒരു ഫീമെയിൽ. എൻ്റെ ബെർത്ത് വന്നിട്ട് സൈഡ് അപ്പറായിരുന്നു. പകൽ സമയത്ത് താഴെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ ഞാനും താഴെ ഇരുന്നു. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് താഴെ ഇരിക്കാൻ പറ്റൂല, അയാൾക്ക് കിടക്കണം എന്ന് പറഞ്ഞു. ഒട്ടും വയ്യാതിരിക്കുന്ന ഞാൻ മുകളിൽ വീണ്ടും പോയി കിടക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാണ് വഴക്കുണ്ടായത്. രാത്രി 10 മണിയാവാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് എൻ്റെ നൈറ്റ് റുട്ടീനൊക്കെ കഴിഞ്ഞു. അതായത് ഫേസ് വാഷ്, പിന്നെ ഞാൻ ക്രീമൊന്നും ഇട്ടില്ല ആക്ച്വലി. പിന്നെ ബോഡിയൊക്കെ ഡെറ്റോളിൻ്റെ വൈപ്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് വൈപ്പ് ചെയ്ത് അപ്പം നമുക്ക് കുളിച്ച ഒരു എഫക്റ്റ്. നൈസിൽ പൗഡറൊക്കെ ഇട്ടാൽ മതി. ഞാൻ സിട്രസിനും പിന്നെ പാരസിറ്റമോൾ ഡോളോയും കഴിച്ചു. കുറച്ച് ആശ്വാസമുണ്ട്. എനിക്ക് നല്ല ഒട്ടും വയ്യായിരുന്നു, അപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ അവസാനിക്കുകയാണ്. ഞാൻ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ. വീഡിയോ എടുത്തു കഴിഞ്ഞ ഉടനെ അങ്കിളിൻ്റെ കോള് വന്ന് സ്വിഗ്ഗിയിൽ നിന്ന് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു 10 പേർക്ക് കോഫിയെങ്കിലും ഇതിൽ കാണും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ 3rd ഡേ സ്റ്റാർട്ട് ചെയ്ത്. സോ കണ്ടിന്യൂയിങ് ദി ഇൻസിഡൻറ്റ്, ഞാനങ്ങനെ ഒറ്റയ്ക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാ ലാംഗ്വേജിലും ഞാൻ തിരിച്ച് പറയാൻ മാക്സിമം ശ്രമിച്ച്. പക്ഷേ അയാൾ അവസാനം എന്നെ കരയിപ്പിച്ച്. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് നോർത്ത് ഇന്ത്യൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവൻ്റെ പാരൻസിൻ്റെ കൂടെ പോയി. പിന്നെ എൻ്റെ ബ്രദറാണ് അവിടെ വന്ന് കിടന്നത്. ശരിക്കും പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്തതാണോ തെറ്റ്, അവർ ചെയ്തതാണോ തെറ്റ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഇൻസിഡന്റിന് ശേഷം സോളോ ട്രിപ്പ് പോകാൻ തന്നെ എനിക്കൊരു പേടിയാണ്. കാരണം ഇപ്പൊ എൻ്റെ പാരൻസ് കൂടെ ഉണ്ടായിരുന്നു. സോളോ പോകുമ്പം ആരും കാണൂലല്ലോ. ഇപ്പൊ ഞാൻ ഒരു ബോഗി അപ്പുറത്ത് പാരൻസിനെ വിളിക്കാൻ എന്ത് സിറ്റുവേഷൻ ഉണ്ടായിരുന്നാലും. പക്ഷേ തനിയെ പോകുമ്പോൾ ആരും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഒരുപാട് ആലോചിച്ച് ഇനി എങ്ങനെ ഒരു സോളോ ട്രിപ്പ് പോവും എന്നൊക്കെ. സോളോ ട്രിപ്പ് പോകുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന്. പിന്നെ ഈവനിങ് ആയി. ഞാൻ അപ്പോഴാണ് ബെഡിൽ നിന്നൊന്ന് എഴുന്നേറ്റത്. ഞാൻ അത്രയും നേരം മുകളിൽ അപ്പർ ബർത്തിൽ കിടക്കുകയായിരുന്നു ഒട്ടും വയ്യാതെ. ഇത് മധ്യപ്രദേശിലൊരു റെയിൽവേ സ്റ്റേഷനാണ്. പണ്ടത്തെ ഏൻഷ്യൻ ബിൽഡിംഗ് ഒക്കെ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റി. എനിക്ക് സൺസെറ്റ് എന്ന് പറയുന്ന ആ ട്വൈലൈറ്റ് ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആക്റ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ അതാണ്. എന്നിട്ടൊരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ച്. എല്ലാം ട്രെയിനിൽ തന്നെ ആയിരുന്നു. കുഴപ്പമില്ല, ആവറേജ് ആണ് എല്ലാം. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്, അതായത് ഡേ 4. ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ജമ്മു താവിയിലെത്തി. ഞങ്ങൾ ഇറങ്ങുന്നത് അടുത്ത സ്റ്റേഷൻ അല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കത്ര റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് വൈഷ്ണവ് ദേവി കത്ര, അവിടെ നിന്നാണ് ഞങ്ങൾ അടുത്ത
ട്രെയിനിൽ കയറുന്നത്, അതായത് വന്ദേ ഭാരത്. എൻ്റെ ഹെൽത്ത് കുറച്ച് ഓക്കെ ആയപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീൻ ട്രെയിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ജമ്മു താവി കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ സ്ലോ ആയി. പിന്നെ കുറേ നേരം നിർത്തിയിട്ട് അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുറേ ആൾക്കാർ AC കമ്പാർട്ട്മെന്റിൽ വരെ വന്നിരിക്കാൻ തുടങ്ങി. ലൈക്ക് അവർ ജനറലിലാണ് ടിക്കറ്റ് എടുത്തത്, പക്ഷെ എന്നാലും AC-യിൽ വെറുതെ സീറ്റ് ഒഴിവുള്ള സ്ഥലത്ത് വന്നങ്ങ് കയറിയിരിക്കും. ജമ്മുവിൽ നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അത് കഴിഞ്ഞിട്ട് കാശ്മീരിൽ എത്തുമ്പോഴാണ് കംപ്ലീറ്റ് ചേഞ്ച് വരുന്നത്. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ കാണാൻ പറ്റാത്ത എന്നാൽ ട്രെയിനിലിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ആവുന്നത്. ലൈക്ക് ഇപ്പൊ കേരളത്തിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാൽ വേറെ ടെമ്പറേറ്റ് ഫോറസ്റ്റ്, പിന്നെ ഹിമാലയത്തിൽ അങ്ങനെ വേറെ വേറെ ആവും. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് റിവേഴ്സും സ്ട്രീംസും എല്ലാം ഉണ്ടായിരുന്നു. പെബിൾസ് ആണ് അവിടുത്തെ മെയിൻ. പിന്നെ ഇവിടെയൊന്നും കാണാത്ത കഞ്ചാവ് അതവിടെ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ നോർമൽ ആയിട്ടുള്ള ഒരു കാട്ടുചെടി മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ കത്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു. അവിടുത്തെ ടെമ്പിളിൽ ചെറിയ രീതിയിലുള്ള എന്തോ ഒരു ഉത്സവം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്രയും തിരക്ക്. ആ ടെമ്പിളിൽ നമുക്ക് ഹെലികോപ്റ്റേഴ്സിലൊക്കെ പോകാൻ പറ്റും. അങ്ങനെ നീണ്ട 4 ദിവസത്തിന് ശേഷം ഞങ്ങൾ പുറത്തുപോയി കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അത്ര വെപ്രാളമായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി അടുത്ത ട്രെയിൻ 4 മണിക്കാണ്, അതായത് ഇവിടെ നിന്ന് വന്ദേ ഭാരതിലെ ശ്രീനഗർ വരെ. ബാക്കി വിശേഷം പാർട്ട് 3-ലിടാം.